ഹായ് ഗായ്സ്, KCT എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. KCT എക്സാമിന്റെ റിസൾട്ടിന് ശേഷം മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ +2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. +2 റിസൾട്ട് വന്നു കഴിഞ്ഞു, KCT റിസൾട്ടും വന്നു കഴിഞ്ഞു. +2 ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം, ചോയ്സ് എൻട്രി ചെയ്യണം, ട്രയൽ അലോട്ട്മെന്റ് കൊടുക്കണം. അതിനുശേഷം എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ്, സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ്, തേർഡ് റൗണ്ട് അലോട്ട്മെന്റ്, അങ്ങനെ 3 അലോട്ട്മെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക KACETക്ക്. അതിന്റെ അപ്പുറം വെരിഫിക്കേഷൻ, നമുക്ക് അലോട്ട്മെന്റ് വഴി ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രോസസ്സ്. എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ് ഫീസ് എത്ര വരുന്നതെന്ന്. 1,40,000 രൂപയാണ് ഫീസ് വരുന്നത്. KCET ഫെയിൽ ആകുമോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫെയിൽ ആവും, അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളും KCET പാസ്സാവും. റാങ്കിലുള്ള മാറ്റങ്ങളായിരിക്കും വരിക. ഗവൺമെന്റ് കോളേജസിൽ കിട്ടത്തില്ല. അതാണ് അടുത്ത ചോദ്യം. എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് കിട്ടും? എങ്ങനെ പോയാലും 2 ലക്ഷം റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് കർണാടകത്തിൽ അഡ്മിഷൻ കിട്ടും. അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ ലെങ്ത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു.